അപ്പോൾ പൊതിച്ചോറ് കഴിക്കാനായിട്ടൊരു പൂതിയിട്ട. അപ്പോൾ നോക്കുമ്പോൾ എല്ലാം പൊതിച്ചോറിലേക്ക് സെറ്റായിട്ടുള്ള കറികൾ തന്നെയാണ്. അപ്പോൾ പിന്നെ വേഗം മുട്ട വറുത്തത് മാത്രം ഉണ്ടായില്ല, അത് വേഗം എടുത്ത് അങ്ങോട്ട് വറുത്ത് പിന്നെ അതേപോലെ എല്ലാം വേഗം കീറിക്കൊണ്ടുവന്ന് ഒന്ന് കഴുകി ക്ലീനാക്കി വാട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ നല്ല അടിപൊളി കൂർക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ വേഗം ഇലയിലേക്ക് നല്ല ചൂടുള്ള ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചധികം കൂർക്കുപ്പേരി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് മുട്ട ഓംലെറ്റും അതേപോലെ തന്നെ ഒരു നെല്ലിക്ക ഉപ്പിലിട്ടതും നല്ല അടിപൊളി മാങ്ങച്ചാറും പിന്നെ ഉണക്ക ചെമ്മീനും മാങ്ങയും തേങ്ങയൊക്കെ വെച്ച് അരച്ചിട്ടുള്ള നല്ല അടിപൊളി ചമ്മന്തിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പൊതിച്ചോറ് സെറ്റായി. ഇനിയിപ്പോൾ പൊതിഞ്ഞ് തിന്നുന്ന വരെയുള്ളൊരു കാത്തിരിപ്പാണ് കേട്ടോ. അപ്പോഴത്തേക്കും ബാക്കിയുള്ള എല്ലാ പണികളും തീർത്ത് കുളിയൊക്കെ കഴിഞ്ഞതാ. ഈ ഒരു പൊതിച്ചോറ് തുറക്കുമ്പോൾ കിട്ടുന്നൊരു മണമുണ്ടല്ലോ, ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. അത് തുറന്നിങ്ങോട്ട് കിട്ടുന്ന ആ ഒരു സ്മെല്ല് പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല. പിന്നെ എല്ലാം കൂടെ കൂടി കുഴച്ചിട്ട് വയറ് നിറയെ ഒരു പിടി അങ്ങോട്ട് പിടിച്ച് നല്ല കുശാലായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.